നിലവിലുള്ള സംവരണം അട്ടിമറിക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് PKS സ്ഥാന്യം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ മേൽത്തട്ടുകാരെ കണ്ടെത്തണമെന്ന സുപ്രീം കോടതി നിരീക്ഷണം സംവരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഒന്നാം തലമുറ ജീവിത നിലവാരം കൈവരിച്ചാൽ രണ്ടാം തലമുറയ്ക്ക് സംവരണത്തിന് അർഹതയില്ലെന്നാണ് നിരീക്ഷണത്തിന്റെ കാതൽ. ഇത് സാമ്പത്തിക സംവരണത്തിന്റെ ഭാഗമായുള്ള നടപടികളുടെ തുടക്കമാണ്. കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ ഉയർന്ന തസ്തികകളിലേക്ക് സ്വകാര്യ സംവിധാനത്തിലൂടെ ആളുകളെ കണ്ടെത്താനുള്ള ആലോചനയും സംവരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെ കരുതണം. ജാതി സംവരണത്തെ തകർത്ത് സാമ്പത്തിക സംവരണത്തെ അംഗീകരിക്കാനുള്ള നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജാതി സെൻസസ് നടപ്പിലാക്കുക, തിരുത്തേക്കാട് പ്രദേശത്ത് പകൽ വീട് അനുവദിക്കുക, പൊതുശ്മശാനം തുറന്നു പ്രവർത്തിക്കുക, കിഴ്പ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉടൻ പൂർത്തിയാക്കുക, പട്ടികജാതി സഹകരണ സംഘത്തിന്റെ പുനരുദ്ധാരണം സാധ്യമാക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. ഏരിയ ട്രഷറർ PS ബിബിൻ, ലോക്കൽ സെക്രട്ടറി TV പ്രദീപ് കുമാർ, ബലരാമൻ, ധന്യ പ്രമോദ്, മണി, CPM ലോക്കൽ സെക്രട്ടറി MV മുകേഷ്, PKS ജില്ലാ കമ്മിറ്റി അംഗം TV മദനമോഹനൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി TR പ്രകാശൻ, CA വിനു, PB ഷനിൽ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഷൈനി ബാലകൃഷ്ണൻ, TV പ്രദീപ് കുമാർ, KK ചന്ദ്രശേഖരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കേരളത്തിനകത്തെ 53 പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് PKS എന്ന് പറയുന്ന ഈ സംഘടന. ഈ സംഘടനയിൽ ഇപ്പോൾ തന്നെ 11 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അംഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ അംഗമാകാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ കണ്ടുപോകും.